നിധിചേട്ടൻ ഈ ക്യാരക്ടർ പറഞ്ഞപ്പോൾ എന്തായിരുന്നു തോന്നിയത്? അതായത് നമ്മുടെ ഷമ്മിച്ചേട്ടൻ്റെ ഭാര്യ പോലെയായി കറക്റ്റ്. അങ്ങനെയല്ല, ഷമ്മിച്ചേട്ടൻ്റെ വൈഫിൻ്റെ അത്രയൊന്നും ഇതല്ല. ചെറുതായിട്ട് അവർക്ക് ഒരു ചെറിയൊരു പ്രശ്നമുള്ളതാണ്, മെൻ്റൽ പ്രശ്നമുള്ളതാണ്. ഞാനങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത്. കറക്റ്റ് റൈറ്റ് ടൈമിൽ എന്തായിരുന്നു അത് വിളിക്കുന്നത്. പിന്നെ കുറച്ചേ ഉള്ളൂ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവർക്കും ഓരോരോ എപ്പിസോഡിലാണ് പോകുന്നത്. എല്ലാ ഫീമെയിൽ ക്യാരക്ടറും ഓരോ എപ്പിസോഡിൽ വന്നിട്ട് പോവുകയാണ്. അപ്പം അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഉള്ള സ്പേസ് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഹ്യൂമർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ്. അത് എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. ഐ ഹോപ്പ് ലൈക്ക് ഇറ്റ്. താങ്ക് യു. 2 എപ്പിസോഡ്സാണ് കണ്ടത്. നാഗേന്ദ്രൻ സണിമോൻസിനെ രസമായിട്ടുണ്ട്. നിതിൻ രഞ്ജീവ് പണിക്കറിനെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഡയറക്ടോറിയൽ അറ്റംപ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ്. ഫസ്റ്റ് എപ്പിസോഡ് കുറച്ച് സ്ലോ പേസ്ഡ് ആണ് എങ്കിലും അത് ആസ്വദിച്ച് നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൽ വന്നാൽ പിന്നെ ഒരു ബ്ലാസ്റ്റാണ്. എസ്പെഷ്യലി ഗ്രേസിൻ്റെ പെർഫോമൻസൊക്കെ എടുത്ത് പറയണം. രസമായിട്ട് ഗ്രേസ് ചെയ്തിട്ടുണ്ട്. സുരാജേട്ടൻ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് ആ ക്യാരക്ടറിലേക്ക് ജെല്ലായിട്ടുണ്ട്. വളരെ എൻ്റർടൈനിങ് എല്ലാ ആസ്പെക്റ്റും നോക്കിയാലും ക്യാമറയാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. പക്ഷെ അതുകൊണ്ട് പറയുന്നതല്ല, എല്ലാം ഒന്നിനൊന്ന് മികച്ച് കോമ്പറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സീരീസാണ്. അപ്പം എത്രയും വേഗം ബാക്കി കൂടെ കാണണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ. നിതിൻ മനോഹരമായിട്ട് ആദ്യത്തെ 2 എപ്പിസോഡ്സാണ് കാണാൻ പറ്റിയത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രേസിൻ്റെ പ്രത്യേകതയാണ് ഈ ഒരു സീരീസ്. ഫസ്റ്റ് എപ്പിസോഡിലൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് സെക്കൻഡിലേക്ക് വരുന്നതാണ് ശരിക്കും ആ സീരീസ് നമ്മൾ എൻജോയ് ചെയ്തത്. സുരാജേട്ടൻ ഗ്രേസ് തമ്മിലുള്ള കോമ്പിനേഷൻ ഭയങ്കര രസമാണ്, അസാധ്യമാണ്. പിന്നെ ഗ്രേസ് എന്ന് പറയുന്നത് ആ നടിയുടെ ഒരു പ്രത്യേകതയാണ്. ചില പ്രത്യേക ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ഗ്രേസിൻ്റെ ഒരു കഴിവ് വളരെ പോസിറ്റീവാണ്. അതിന് കൂടെ തന്നെ ഏത് ക്യാരക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിലും അപ്പുറത്ത് നിൽക്കുന്നത് നിൽക്കുന്നുണ്ടെങ്കിലും സുരാജേട്ടനാ നിൽക്കുന്നെങ്കിലും എത്ര വലിയ ആണെങ്കിലും ആളാണെങ്കിലും ഗ്രേസ് ക്യാരക്ടറിനെ എടുക്കുന്നത് കൺസീവ് ചെയ്യുന്നതും അതിനെ പുറത്തോട്ട് കൊണ്ടുവരുന്നതും പ്രത്യേക രീതിയിലാണ്. ഇതിൽ ചിരിച്ച് ഭയങ്കര നമ്മൾ ഉള്ളിൽ നിന്ന് വന്ന് തട്ടിച്ചിരിക്കുന്ന ഒരുപാട് സീനുകളുണ്ട്. ഗ്രേസിൻ്റെയും സുരാജേട്ടൻ്റെയും കോമ്പിനേഷൻസിൽ ഉഗ്രനായിട്ടുണ്ട്. എന്തായാലും കാണും. താങ്ക് യു. ഇതൊരു ഫുള്ളി എൻ്റർടൈൻമെൻറ്റ് മൂവിയല്ലേ? ഇത് സീരീസുകളായിട്ടാണ് വരുന്നത്. ഇതിൽ ആദ്യത്തെ 2ാമത്തെ കാണുമ്പോഴത്തേക്കും ഇനിയുള്ള 3 എന്തായിരിക്കും എന്നറിയാൻ ഭയങ്കര ആകാംക്ഷയാണ്. കാരണം അങ്ങനെയാണ് എത്തിച്ചേക്കുന്നത്. മ്യൂസിക് നന്നായിട്ടുണ്ട്. നിതിൻ രഞ്ജീവനിക്ക് പുള്ളി ആ പേര് പറയണ പോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബാക്കി ഞങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിലും ഇപ്പം നമ്മൾ കണ്ട 2ൽ ഗ്രേസ്, ഞാൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് ഗ്രേസ് എങ്ങനെയുണ്ടായിരുന്നു കണ്ടിട്ട് നേരത്തെ? അടിപൊളി. ഗ്രേസ് എൻ്റെ എപ്പിസോഡ് ഗംഭീരമായിരുന്നു. ഒരു ജീവൻ പെട്ടെന്ന് കിട്ടിയ പോലെ തോന്നി. എന്തായിരുന്നു ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, കുറച്ച് നല്ല ആക്ടേഴ്സിൻ്റെ കുറച്ച് നല്ല പെർഫോമൻസുകൾ കാണാൻ പറ്റുന്ന ഒരു പതിഞ്ഞ താളത്തിൽ പോകുന്ന രസകരമായ മുഹൂർത്തങ്ങളിലൂടെ പോയി അവസാനിക്കുന്ന ഒരു സീരീസ് ആയിരിക്കും നാഗേന്ദ്രൻ സ്വാമി. ഇതുവരെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള സീരീസുകൾ പോലെ ആയിരിക്കില്ല അതിൻ്റെ ഒരു സ്വഭാവം. കൂടുതലും ക്രൈം ത്രില്ലേഴ്സും ഭയങ്കര സ്പീഡുള്ള പരിപാടികളൊക്കെയാണ് നമ്മളൊക്കെ. ഇത് നമുക്ക് ഇങ്ങനെ കണ്ടിരുന്ന് പോകാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓരോ എപ്പിസോഡിനും ഓരോ കഥ പറയാനുണ്ട്, ഓരോ ഇമോഷൻസ് പറയാനുണ്ട്. അതിലെ ഒരു ചിരി എപ്പിസോഡായിരുന്നു ഇപ്പോൾ നമ്മുടെ 2ാമത്തെ എപ്പിസോഡ്. 3, 4, 5, 6 ഒക്കെ അത് വേറെ എല്ലാവരും കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും.